അനുരക്താ ബുദ്ധിമത്യ ശൗചാചാരപരായണാഃ പരിചര്യാ സമർത്ഥാശ്ച ഭവേയു പരിചാരികാഃ. അനുരക്താഹ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവൾ, ബുദ്ധിമത്യഃ ബുദ്ധിശാലിനികളും, ശൗചാചാരപരായണാഹ ശുചിത്വം ആചാരം ഇവയിൽ താൽപ്പര്യമുള്ളവരും, പരിചര്യാ സമർത്ഥാഹ പരിചരണ പ്രവൃത്തിയിൽ സാമർഥ്യമുള്ളവരും ആയ പരിചാരികാഹ പരിചാരികകൾ ഭവേയുഹു ഉണ്ടായിരിക്കണം. സൂതികർമ്മിണിയുടെ അടുത്ത് ആയമാര് പരിചാരികമാരും ഉണ്ടായിരിക്കണം. ഒറ്റയ്ക്ക് ഒരു പ്രസവം എടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് ഒന്നോ രണ്ടോ പേര് വേണം എപ്പോഴും. അവരുടെ ക്വാളിറ്റി പറയാണ്. എന്തായിരിക്കണം അവരുടെ ക്വാളിറ്റി? സ്നേഹമുള്ളവർ ആയിരിക്കണം. സ്നേഹമുണ്ടെങ്കിൽ പ്രസവം വളരെ നോർമലാണ്. സ്നേഹമുള്ളൊരു അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ചും കുട്ടിയുടെ അമ്മ ഭർത്താവ് ഒക്കെ അടുത്തുണ്ടെങ്കിൽ ഒരു ലേഡിക്ക് വളരെ ഒരു ധൈര്യം ഉണ്ടായിരിക്കും മനസ്സിന്. അവരൊക്കെ അടുത്ത് നിർത്തുന്നത് വളരെ നല്ലതാണ്. ബുദ്ധിമത്യഃ ബുദ്ധിശാലിനികളും, ഈ ആയമാരുടെയും കാര്യം പറയാണ്, ബുദ്ധിശാലിനികളായിരിക്കണം അവർ. ശൗചാചാരപരായണാഹ ശൗചെന്ന് പറഞ്ഞാൽ ശുദ്ധി, പഞ്ചശുദ്ധിയൊക്കെ ആചരിക്കുന്നവരായിരിക്കണം. ആചാരം സദാചാരം നല്ല നല്ല ആചാരങ്ങളും നിഷ്ഠകളുള്ളവരായിരിക്കണം. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗുരു എത്ര കൃത്യമായിട്ടാണ് ഒരാളുടെ വ്യക്തിത്വത്തിൽ ഒരു മിഡ് വൈഫിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകേണ്ട ഗുണത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. പരിചരണം ചെയ്യുന്നതിൽ സാമർഥ്യം ഉണ്ടായിരിക്കണം അവർക്ക്. ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്ന് പറയുന്നത് മലിന വസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞ ഒരു കുട്ടിയാണ്. ആ കുഞ്ഞ് എന്ന് പറയുന്നത് ശിശു. ആ മലിന വസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് തുടച്ച് വൃത്തിയാക്കി ആണ് വാസ്തവത്തിൽ. ഇതൊക്കെ പരിചരണത്തിൻ്റെ ഭാഗമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മറുപിള്ള അടക്കമാണ് പുറത്തേക്ക് വരുന്നത്. അതെല്ലാം അശുദ്ധ വസ്തുക്കളാണ്. ഈ അശുദ്ധ വസ്തുക്കളെല്ലാം ഒരു ആയയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയണം. അപ്പം അതുകൊണ്ട് പരിചര്യ എന്നത്, നമുക്ക് അശുദ്ധ വസ്തുക്കൾ തൊടുമ്പോൾ അറപ്പും വെറുപ്പും ഒക്കെ വരുന്ന ഒരാൾക്ക് വേറെ ഒരാളെ പരിചരിക്കാൻ കഴിയില്ല. ഒരു രോഗിയെ പരിചരിക്കണമെങ്കിൽ ഒരു ഡോക്ടറിനോ നഴ്സിനോ ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ അല്ലെങ്കിൽ വസ്തുവിൽ അറപ്പോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല. മലമൂത്രങ്ങൾ കാണുമ്പോൾ പോലും അറപ്പും വെറുപ്പും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഡോക്ടറോ ഒരു ആയയോ അല്ലെങ്കിൽ സൂതികർമ്മിണിയോ പരിചാരികമാരൊക്കെ നല്ലവണ്ണം സ്വയം ശുദ്ധിയുള്ളവരും മറ്റുള്ളവരെ ശുദ്ധിയാക്കുന്നതിൽ തൽപരരുമായിരിക്കണം. അങ്ങനെയുള്ള പരിചാരികകളും ഉണ്ടായിരിക്കണം. അടുത്തത് ഭവിതാ പ്രസൂതാ ശൗച ശുദ്ധിരേകാദശേഹനി ആശൗചാന്തേ ശുദ്ധികർമ്മ പുണ്യമന്യച്ച കാരയേത്. പ്രസൂതാ ശൗചശുദ്ധി, പ്രസവാനന്തരമുള്ള ശുചിത്വ കർമ്മം, ക്ലീനിങ് പ്രോസസ്സ്. ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശുദ്ധികർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തിൽ അശുദ്ധി വസ്തുക്കളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് കുട്ടിയോടെ കൂടെ. ആ ശരീരത്തിലും കുറേ അശുദ്ധി വസ്തുക്കൾ ബാക്കിയിരിക്കുന്നുണ്ടായിരിക്കും. ഗർഭപാത്രത്തിലുണ്ടായിരിക്കും, ഹോർമോണൽ ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞ് അകത്തിരിക്കുന്ന സമയത്തുള്ള ഹോർമോൺ ലെവൽ ആയിരിക്കില്ല പിന്നീട് കുഞ്ഞ് പുറത്തു വന്നാൽ ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രസവശേഷം ഈ ശരീരം ഒരുപാട് ശുദ്ധീകരിക്കപ്പെടണം. ഈ ശുദ്ധീകരണ ക്രിയകൾ നല്ല ഒരു ആയുർവേദ ശാസ്ത്ര ഭിഷഗ്വരന് നല്ലവണ്ണം അറിയാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇത് മിഡ് വൈഫിനും അറിയണം അല്പമൊക്കെ. എന്തൊക്കെയാണ് പ്രസവശേഷം ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ടത്, ഒരു അമ്മയ്ക്ക് കൊടുക്കേണ്ടത്, കുട്ടിയെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്നൊക്കെ അറിയണം. അത് ഏകാദശേ അഹനി 11ാം ദിവസം വരെ ഉണ്ടാകും. അത് ആ ശുചീകരണം ശരീരത്തിലെ എല്ലാ
വേസ്റ്റുകളും പുറത്തേക്ക് പോയി ക്ലീൻ ആകാനായിട്ട്. ആ ശൗചാന്തെ ശുദ്ധികർമ്മത്തിന് ശേഷം അന്യത് ശുദ്ധികർമ്മ പുണ്യം ച മറ്റു ശുദ്ധിക്കുള്ള പുണ്യകർമ്മത്തെയും കാര്യേത് ചെയ്യിക്കണം. അപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ ശുദ്ധി മാത്രമല്ല അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാനസിക ശുദ്ധി ഉണ്ടാകണം, ധാർമ്മിക ശുദ്ധി ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ സജ്ജനങ്ങൾക്കൊക്കെ ഭിക്ഷ കൊടുക്കുമായിരുന്നു, ദാനം കൊടുക്കുമായിരുന്നു. പലതരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് പുണ്യവും ആർജിക്കും. അതോടൊപ്പം തന്നെ അത്തരം കർമ്മങ്ങൾ കൂടി നമുക്ക് ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യണം. അത് ദാനധർമ്മങ്ങളിലൂടെയാണ് പുണ്യം ലഭിക്കുന്നത്. ആ പുണ്യം ആർജിക്കണം നമ്മൾ. അപ്പം അങ്ങനെ 11-ാം ദിവസം വരെ ഇങ്ങനെ ശുദ്ധികർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകണം അമ്മയെയും കുഞ്ഞിനെയും.